ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുപാട് കാലമായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ആദ്യം കുറേ കാലത്തിന് ശേഷം ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഓപ്പോൻ്റെ ഒരു ഫോണായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റോറേജ് കുറവായിരുന്നു, പോരാത്തിന് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല, ഒക്കെ ആയിട്ട് ഒരു 4-5 വർഷത്തോളം എൻ്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എൻ്റെ കയ്യിലിങ്ങനെ വെച്ചിരിക്കുക, ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ വീഡിയോസും കാര്യങ്ങളാണ് ഞാൻ അതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്റ്റോറേജ് വേഗം ഫുള്ളാവും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളുടെ കുഞ്ഞിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ഫോണ് കംപ്ലൈൻ്റ് ആവുമെന്ന് പേടിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, മെമ്മറി കാർഡിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എങ്ങനെ ഫോൺ കംപ്ലൈൻ്റ് ആയി നമുക്ക് യൂസ് ചെയ്യാൻ, ഫോട്ടോസൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ അതൊക്കെ വേഗം അങ്ങനെ മെമ്മറി കാർഡിലാക്കി വെച്ചു. പിന്നെ ഇടയ്ക്ക് ഫോണിങ്ങനെ കംപ്ലൈൻ്റ് ആവാൻ പണി. അതിന് വയ്യാണ്ടാവുക, നമ്മൾ നോർമലി നമുക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകില്ല, അതേപോലെ അതിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുക. അതിൻ്റെ മൊബൈൽ ഷോപ്പിൽ പോകും, നേരേക്കും പിന്നെയും കൊണ്ടുവരും, നേരേക്കും പിന്നെയും കൊണ്ടുവരും, നേരേക്കും തന്നെയായിരുന്നു. ഒരു 4-5 തവണ ഞാൻ നേരേക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു. അതിലെടുത്ത് ഞാൻ വീഡിയോ എടുക്കണതിട്ട് കാണിച്ചു തരുന്നുണ്ട്, ഇനി പതിയെ കാണിച്ചു തരാം. ഒരു ഫോൺ എടുത്ത് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അതിലാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ പഴയ ഫോൺ ഞാൻ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടേ പറ്റ അങ്ങോട്ട് ഫോൺ ഓഫായി. നല്ല ഓഫായപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് എടുക്കാൻ ഒട്ടും ഒട്ടും പറ്റാത്തൊരു സാഹചര്യം ആയപ്പോഴാണ് ഫോണിലേക്കുള്ള പുതിയ ഫോൺ വാങ്ങിക്കുക എന്നുള്ളതിൽ പോയത്. അപ്പോൾ എൻ്റെ മാമൻ്റെ മോന് കടയിലുണ്ടായിരുന്നപ്പോൾ അവനായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഒരു ഫോൺ എടുത്തു. ഫുൾ ക്യാഷ് കൊടുക്കില്ല, EMI എല്ലാവരും ശരിക്കും ഫുൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് എടുക്കാൻ മാത്രം വളർന്നോ നീന്ന്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ എല്ലാ മാസവും EMI അടയ്ക്കും, അങ്ങനെയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ഫോണ് എനിക്ക് സെൽഫായിട്ടൊരു ഫോൺ എടുത്തതിൽ സന്തോഷമുണ്ട്. പിന്നെ അതിലും വലിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളുള്ള നമ്മൾ ഓണത്തിന്. അതിന് ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ പിറന്നാളാണ്, തിരുവോണത്തിനാണ് അവർ പിറന്നാൾ വരുന്നത്. എനിക്ക് എന്താ പറയുക, ഓഫീസിലറിയാം, എൻ്റെ കുഞ്ഞുങ്ങളറിയാം, ലച്ചു പാറു. അവരെ പിറന്നാളാണ് തിരുവോണത്തിന്. പിന്നെ ഇരട്ടി മധുരം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നുണ്ട് ഗൈസ്. എനിക്കെന്താണെന്ന് വെച്ചാൽ സന്തോഷം, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയണില്ല, എനിക്ക് എങ്ങനെ ഇത് രീതിക്ക് പറയണമെന്ന് അറിയണില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം ഒരു വർഷം, 1.5 വർഷമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നാട്ടിലേക്ക് വന്നിട്ട്. കഴിഞ്ഞ യുദ്ധം ടൈമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്തായാലും നല്ലൊരു കുഴപ്പമില്ലാണ്ട് ടൈമൊക്കെ നോക്കി വന്നപ്പോൾ കുട്ടികളുടെ പിറന്നാളിലാണ് വന്നിട്ടുള്ളത്. ആനിവേഴ്സറിക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഏപ്രിലിൽ നോക്കി, പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ യുദ്ധമുഖമായി വരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും കുട്ടികളുടെ പിറന്നാളിന് കാണാൻ പോവുകയാണ്. കുറേ കാലത്തിന് ശേഷം ഞാനും എൻ്റെ കെട്ടിയനും കൂടെ കാണാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങളത് മൊമെൻ്റ് വെയിറ്റ് ചെയ്യാണ്. ടൈമിലേക്കാണ് നമ്മൾ ഉണ്ണിയേട്ടൻ ഹസ്ബൻഡ് അവരിത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളും ഞാൻ എന്നെ കാത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാനിങ്ങനെ പതുക്കനെ ഇടാം. അപ്പോൾ ഞാൻ ചെറിയൊരു ഇൻട്രോ തന്നെന്ന് മാത്രം. ഇനി ഞാൻ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്കിങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. കുറേ കാലത്തിന് ശേഷം ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയുന്നില്ല എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അല്ലാണ്ട് നിവർത്തില്ല കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഓരോ നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.